കാര്യം ചോദിക്കട്ടെ. 2 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ. ആ സിനിമയിൽ ഇങ്ങനെ മനഃപൂർവ്വം എല്ലാവർക്കും തെറ്റുണ്ടായി എന്ന് പറഞ്ഞു ഇവരെല്ലാവരും നിരുപാധികം മാപ്പി വയ്ക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും മറന്നിടുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചിൽ സുഖം കിട്ടി അല്ലേ? ഒരു കണ്ടന്റ് കിട്ടിയില്ലേ? തെറ്റേറ്റു പറഞ്ഞ് എഴുതുകരം ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുകരം അല്ല, അങ്ങനെയാണ് കണ്ടന്റിന് വാർത്ത പോലെ മറ്റേ ഹെഡ്ലൈൻ ഒരു സുഖം കിട്ടിയില്ലേ? കണ്ടപ്പോ പ്രതീക്ഷിച്ചിരുന്നു എന്താ ഞാൻ പുറത്തു കണ്ടില്ല ഓർമ്മയുള്ളത് കൊള്ളാം. അത് ഇത്തരം പേടിയുണ്ടോ? ഇങ്ങനെ ഇത്തരം സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ പേടിയൊന്നും അപ്പൊ ഇത്തരം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ വന്നാൽ അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ഒരു സൈഡ് മാത്രം കാണും വെച്ചില്ലേ? അല്ല, അത്തരം അഭിനേതാവാണോ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു പടത്തിൽ ഗീതാന്വേഷണം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തിയപ്പനാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളും ഡയലോഗുകളും ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ, എക്സ്ക്ലൂസീവായോ, ഒരു മാർത്തൻ ഫാൻസിന് വേണ്ടിയിട്ട് ട്രാക്ക് മാറ്റാൻ നോക്കിയിട്ട് തിരിച്ചു ഇൻറ്റിമേറ്റ് സീനൊക്കെ കൂടുതൽ ചെയ്യുമ്പോഴേ അപ്പൊ നിങ്ങൾക്കൊരു വിമർശനമൊക്കെ വന്നതിന് ശേഷമാണോ അങ്ങനെ നിർത്തിയത്? ഞാൻ നിർത്തിയത് നിർത്തി. നിങ്ങൾ കാണാൻ കിടക്കണേലുള്ളൂ, നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും, മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റിമേറ്റ് സീൻ ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലല്ലേ ചെയ്യേണ്ട കാര്യം. നാളെ തന്നെ വേണോ? ഞാൻ പറഞ്ഞൊരു കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്ട് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആലോചനകളുണ്ട്, തീർച്ചയായിട്ടും. Okay, thank you. Last 2 questions. ഈ അന്വേഷിപ്പിംഗ് കണ്ടെത്തുന്നതിന്റെ പോസ്റ്റർ ഒക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ഈ സോക്കോൾഡ് ഒരു പ്രകൃതി പടം അല്ല ആർട്ട് മൂവി എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. പക്ഷെ ടീസർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ള മൂവി ആയിട്ട് തോന്നുന്നു. അപ്പം പ്രേക്ഷകൻ എന്ത് പ്രതീക്ഷിച്ചാണ് അന്വേഷിപ്പിംഗ് കണ്ടെത്തുന്നത്? ആ ടേം ശ്രദ്ധിച്ചോ, സോക്കോൾഡ് പ്രകൃതിപ്പടം. ഈ സോക്കോൾഡ് പ്രകൃതിപ്പടം എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് കൂടെ ഉണ്ടാക്കിയിട്ട് എത്ര കാലമായി? അതിനു മുമ്പ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ OTT നിങ്ങൾ ഈ പറയുന്ന പ്രകൃതിപ്പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത്? മോശമല്ലേ? അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രകൃതിപ്പടമോ വികൃതിപ്പടമോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണുകളുള്ള കുറേ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോറടിക്കും. ഇനി കുറച്ച് കാലം വേറെ തരം സിനിമകളാണ് എന്ന് നമുക്ക് തോന്നും. ഇതും ബോറടിക്കും. എഴുതി വെച്ചോ, പ്രകൃതിപ്പടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും, അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമകളിലെ പ്രകൃതിപ്പടങ്ങൾ എന്നുള്ളത്, റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട്, അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട്. അങ്ങനെ സിനിമകൾ മാത്രമാണോ പ്രകൃതിപ്പടങ്ങൾ വിളിച്ചിട്ടുള്ളത്? ഒരു പടം വെച്ച് സ്ലോ ആയാലും കളക്ടറോളം വെച്ചിട്ട് താഴ്പോയാലും ഒരു ഇച്ചിരി സമയം എടുത്ത് കഥ പറഞ്ഞാലും ഇവിടെ അതിലെ പ്രകൃതിപ്പടം എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ പറയുന്ന സോപ്പുള്ള പ്രകൃതിപ്പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതിപ്പടം എന്ന് തന്നെ പറയില്ല. നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശമല്ലേ? ഒരിക്കലും അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് അതിനെ തള്ളി പറയുന്ന മോശമല്ലേ? ശരിയാണ്, അങ്ങനെയുള്ള സിനിമകൾക്ക് ഇവിടെ ഡിമാൻഡില്ല. ഡിമാൻഡ് ഉള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇനിയും വരും. അങ്ങനെയല്ല എല്ലാവരും 10-20 കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നാട്ടുപുറം കഥകളൊക്കെ കുറേ ഉണ്ടായിട്ട് പിന്നെ കുറെ നാൾ ബോംബെ പോയിട്ട് ഇടികൂടി അത് കഴിഞ്ഞ് കുറെ അങ്ങനെ പലതരം സിനിമകൾ തന്നെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ? അതിന് ഏതെങ്കിലും ഒരു തരം സിനിമകൾ മാത്രമല്ല തള്ളി പറയേണ്ട കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നിങ്ങൾ എല്ലാ തരം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും നിങ്ങൾക്ക് വേർതിരിച്ച് പറയാം. അല്ലാത്ത എല്ലാ സിനിമയാണ്. പ്രകൃതിയാണോ വികൃതിയാണോ മാസമാണോ ആക്ഷനാണോ ഹൊററാണോ ഒന്നും നോക്കണ്ട. നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയാൽ മതി. എല്ലാത്തിനും കാറ്റഗറൈസ് ചെയ്യുന്നത്
എനിക്ക് എന്നോട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡയറക്ടർ അടുത്താണ് ഒരു ഇപ്പൊ ഒരു 100 രൂപ അല്ലെ 150 രൂപ വാക്കുകൾ തന്നെയാണിത്. നിങ്ങൾക്ക് ഈ സിനിമയുടെ നമ്മൾ പുറത്തിട്ടുള്ള കണ്ടന്റുകളൊക്കെ കണ്ടിട്ട് ഇംപ്രസീവായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള തരം ഒരു സിനിമയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ OTT കണ്ടിട്ട് നല്ലതെന്ന് പറയേണ്ടി വരും. നന്നാവാൻ പരമാവധി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ പ്രകൃതിപടമായിട്ടോ കാണാൻ താല്പര്യമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കാണണ്ട. എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് നിർബന്ധിച്ച് കാണിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാണാൻ തോന്നുന്നവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാനില്ലാത്തൊരു ഉപകാരമല്ലേ, അത് നല്ലതാണെന്ന് ആൾക്കാരോട് പറയുക. താങ്ക് യു.